ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കാശ്മീർ ട്രിപ്പിലെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ്. നമ്മൾ ഈ മഞ്ഞുകാലത്ത് കാശ്മീർ വന്നിരിക്കുന്നത് തന്നെ മഞ്ഞ് കാണാനും മഞ്ഞ് ആസ്വദിക്കാനും അതിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ശ്രീനഗർ സിറ്റിയിൽ അധികം മഞ്ഞൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഉള്ളിലേക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. കാശ്മീർ വരുന്നവരെല്ലാവരും തന്നെ പോകുന്ന ഒരു സ്ഥലമാണ് ഗുൽമർഗ്. ഗുൽമർഗിലെ ഗൊണ്ടോല റൈഡ് വളരെ ഫേമസ് ആണ് കേട്ടോ. ഗൊണ്ടോല റൈഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും നീളം കൂടിയതുമായ കേബിൾ കാർ റൈഡിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു റൈഡാണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമായ കേബിൾ കാർ റൈഡാണ് ഗൊണ്ടോല റൈഡ്. ഈ ഗൊണ്ടോല റൈഡിൽ കയറണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. 15 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഓൺലൈനിൽ നെറ്റിൽ കയറി ഇത് സെർച്ച് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതിനായിട്ട് ജമ്മു കാശ്മീർ കേബിൾ കാർ .com എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി മനസ്സിലാക്കാം. അതിൽ കയറി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതിന് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1ന് 700 രൂപയും ഫേസ് 2ന് 900 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഫേസ് 1 സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 10,000 അടി ഹൈറ്റിലും ഫേസ് 2 14,000 അടി ഹൈറ്റിലുമാണുള്ളത്. അപ്പോൾ ഫേസ് 2വിലേക്ക് ശ്വാസതടസ്സമുള്ളവരും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരൊന്നും പോകരുതെന്ന് മുൻകൂട്ടി അവർ വാണിംഗ് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഈ കേബിൾ കാർ റൈഡ് അന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. 2-3 ദിവസത്തേക്ക് മഞ്ഞ് വീഴുന്ന കാരണവും മഴ കാരണമൊക്കെ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ ഗൊണ്ടോല റൈഡിൽ കയറാനുള്ള ഭാഗ്യം അന്ന് ഉണ്ടായില്ല കേട്ടോ. ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലം ശ്രീനഗറിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് 1.5 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ ശ്രീനഗറിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഏകദേശം 9 മണിയോടുകൂടി ഗുൽമർഗിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരു 38 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ടങ്മർഗ് എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ടാക്സികൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വണ്ടിയിൽ നിന്നും അവർ നമ്മളെ ഇറക്കി ഈ ടാക്സിയിലേക്ക് മാറ്റി, പിന്നെ ആ ടാക്സിയിലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. വീലും ഒരു ചങ്ങലയൊക്കെ ഇട്ടിട്ടുള്ള ടാക്സികളാണ് അവിടെ കിടക്കുന്നത്. മഞ്ഞിൽ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയണത്. അപ്പം നമ്മുടെ വണ്ടി യാതൊരു കാരണവശാലും അവരങ്ങോട്ടേക്ക് പിന്നെ വിടില്ല. അവിടെയുള്ളവരുടെ ഈ ടാക്സി വിളിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ടങ്മർഗ് എത്തിയപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് മാറിക്കയറി. അവിടെ നിന്ന് ഗുൽമർഗ് വരെ 14 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വണ്ടിയിൽ. 2,500 രൂപയാണ് ഇവർ നമ്മളിൽ നിന്നും വാടക വാങ്ങിയത്. നമ്മളവിടെ കൊണ്ടാക്കി. നമ്മൾക്ക് അവിടെ എത്ര മണിക്കൂർ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ തിരിച്ചെടുക്കേണ്ട സമയമാകുമ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്കാർ തന്നെ വന്ന് നമ്മളെ അവിടെ നിന്ന് തിരിച്ച് ടങ്മർഗ് വരെ കൊണ്ടാക്കി തരും. പിന്നെ ഞങ്ങൾ ടങ്മർഗിൽ നിന്ന് കയറിയപ്പോൾ ഒരു ഗൈഡാണെന്നും പറഞ്ഞ് ഒരാളും കൂടെ നമ്മുടെ വണ്ടിയിൽ കയറി. ഗൈഡിൻ്റെ യാതൊരു ആവശ്യമില്ല. ഫസ്റ്റ് ടൈം പോണവർക്ക് എൻ്റെ ഒരു സജഷനാണ്, നമ്മൾ ഗുൽമർഗ് പോണവർക്ക് ഗൈഡിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ പോയെടുത്ത് ഞങ്ങൾക്ക് ഗൊണ്ടോല റൈഡിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. മറ്റ് സ്ഥലങ്ങൾ കാണാനായിട്ട് ഗൈഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരും 1000 രൂപ നമ്മളിൽ നിന്ന് ചാർജ് ഈടാക്കിയായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഈ പറഞ്ഞ ചാർജ് കൂടാതെ എന്തെങ്കിലും ടിപ്സും കൂടെ എന്ന് പറഞ്ഞിട്ട് 100, 200, 300 ഒക്കെ നമ്മളിൽ നിന്നും വാങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ല, ഈ ചാർജും ആവശ്യമില്ല. 1000-നെക്കാട്ടിലും നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറച്ച് വാങ്ങാനും സാധിക്കും കേട്ടോ. പിന്നെ ഇവർ ടങ്മർഗിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടുന്ന ബൂട്ട്, ഈ മഞ്ഞിൽ ഇടാൻ പറ്റിയ ബൂട്ട് ഉണ്ടല്ലോ, ലോങ് ആയിട്ടുള്ള ആ ബൂട്ടും ലോങ് ജാക്കറ്റും ഒക്കെ നമുക്ക് റെൻറ്റിന് എടുത്ത് തന്നു. അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പെട്ടുപോകും. ഫസ്റ്റ് ഡേ ആയ കാരണം ഞങ്ങളും പെട്ടുപോയി. 500 രൂപയ്ക്കാണ് ഒരു പെയർ ബൂട്ടും ലോങ് ജാക്കറ്റും നമ്മൾ വാടകയ്ക്ക് എടുത്തത്. 300-200 രൂപ വരെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ബൂട്ടും ലോങ് ജാക്കറ്റൊക്കെ റെൻറ്റിന് എടുത്ത് അത് ഇട്ടതിന് ശേഷം നമ്മുടെ ഷൂ ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ ഊരി വെക്കണം. ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. നമ്മൾ തിരിച്ചു വന്ന് ഈ ബൂട്ടും ലോങ് ജാക്കറ്റൊക്കെ തിരിച്ചു കൊടുത്ത് നമ്മുടെ ഷൂ ഇട്ട് നമുക്ക് തിരിച്ചു പോരാനും പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഗുൽമർഗിലേക്കുള്ള യാത്ര തുടർന്നു. വളഞ്ഞു പുളഞ്ഞ വഴികളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പോണ വഴിക്ക് ഇതേ മഞ്ഞ് മൂടി കിടക്കുന്ന വഴികളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടൊരു വണ്ടി അവിടെ നിന്ന് ഐസൊക്കെ
എടുത്ത് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വളരെ മനോഹരമായിരുന്നു കേട്ടോ. പോണ വഴിക്ക് തന്നെ ഫുൾ ഐസായിട്ട് നിറച്ച് മരങ്ങളും അതുമൊക്കെ ഐസ് പിടിച്ച് കിടക്കുന്ന നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടാസ്വദിച്ച് അങ്ങനെ ഗുൽമർഗിലേക്ക് പോയി. ഗുൽമർഗിലെത്തി നമ്മളവിടെ ടാക്സി സ്റ്റാൻഡിൽ ഇവർ നമ്മളെ വിടും. അത് കഴിഞ്ഞ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം. നമ്മൾ ഏകദേശം 4 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. 4 മണിക്കാണ് നമ്മുടെ വണ്ടി തിരിച്ച് നമ്മൾ വിളിച്ച് അവരെത്തിയതും അവർ അത് നമ്മളെ തിരിച്ച് ടങ്മർഗ് വരെ കൊണ്ടുവിട്ടത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മുടെ അടുത്തേക്കും ഈ സ്ലെഡ്ജ് വലിക്കുന്നവർ വന്നു. നമ്മളെ ആ ഒരു ഏരിയ സെൻറ്റ് മേരീസ് കത്തീഡ്രലും അതുപോലെ ഈ മഹാറാണി ക്ഷേത്രം അതുപോലെ ഐസ് സ്കീയിങ്ങിൻ്റെ ആ സ്ഥലം അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി. നമുക്ക് അവിടെ ഇഷ്ടമുള്ള സമയം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവർ നമ്മളെ തിരിച്ച് ഈ ഗുൽമർഗിലെ ഈ ടാക്സി സ്റ്റാൻഡിലേക്ക് തന്നെ നമ്മളെ തിരിച്ച് കൊണ്ടുവന്നാക്കി തരും. അതിനായിട്ട് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നു. ഒരു 1000 രൂപ വരെ ഒരു സ്ലെഡ്ജിന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറച്ച് വാങ്ങാൻ പറ്റും. ഇവർ ഭയങ്കര റേറ്റാണ് കേട്ടോ പറയുക. 1000നും താഴെയും ബാർഗെയിൻ പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, അങ്ങോട്ടേക്ക് സ്ലെഡ്ജിൽ പോകേണ്ട ആവശ്യമില്ല. നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്ക് ആ മഞ്ഞൊക്കെ ആസ്വദിച്ച് അതിൽ കൂടെ നടന്ന് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു പരിപാടിയാണ് ഫോട്ടോഗ്രാഫേഴ്സ്. ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മളുടെ ഫോട്ടോ റീൽസ് അതൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവരും നല്ല കാശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ എടുക്കാം. പക്ഷേ നമുക്ക് കാശൊക്കെ അവർ ഭയങ്കര റേറ്റ് കൂടിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് വാങ്ങാനായിട്ട് മിടുക്കുണ്ടെങ്കിൽ നമുക്കതൊക്കെ മുതലാക്കി പോരാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഈ സ്ലെഡ്ജിൽ കയറി അങ്ങ് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ച് കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. നിറച്ച് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ അവരവിടെ ക്ലീനൊക്കെ ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാനൊക്കെ പറ്റുമെന്നാണ് പറയണത്. അപ്പോഴും നല്ല ഐസൊക്കെ കിടക്കുമായിരിക്കും. പക്ഷേ അവരത് റിമൂവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. ജസ്റ്റ് അവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. അതുപോലെ ഈ മഹാറാണി ടെമ്പിളും നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അത് നമ്മുടെ ഒരു ഫേമസ് ഹിന്ദി മൂവിയിലെ രാജേഷ് ഖന്നയുടെയും മുംതാസിൻ്റെയും ഒരു പാട്ടുണ്ടല്ലോ, ജയ് ജയ് ശിവശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടെമ്പിൾ അവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു നമ്മൾ. പിന്നെ മോന് ഐസ് സ്കീയിങ്ങിനായിട്ട് അവിടെ റേറ്റൊക്കെ ചോദിച്ചു. ഐസ് സ്കീയിങ്ങിനും ഇവർ നല്ല റേറ്റാണ് കേട്ടോ പറയണത്. നമ്മൾക്കൊരു പഠിപ്പിക്കാനായിട്ട് ഒരു ട്രെയിനറും കൂടെ വരുന്നുണ്ട്. ഈ ഐസ് സ്കീയിങ് പഠിപ്പിക്കാനായിട്ട് കുറച്ച് നേരമാണ് ഉള്ളത്, 1 മണിക്കൂർ. അതിന് 2500 രൂപ അങ്ങനെയൊക്കെയാണ് ഇവർ പറയണത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് 2000 അതിൻ്റെ താഴേക്കൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് അവരിൽ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ്, ഏതോ ഒരു സ്പോട്ടിൽ നിന്ന് ഈ ഹെലികോപ്റ്ററിൽ കയറിയാലും അവർ ഇങ്ങനെ ചുറ്റി സഞ്ചരിപ്പിച്ച് നമുക്ക് മുകളിൽ നിന്നുള്ള ആ വ്യൂ, അതായത് നമ്മൾ ഗൊണ്ടോല റൈഡിൽ കയറുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു വ്യൂ കിട്ടാനായിട്ടായിരിക്കും. ഈ ഗൊണ്ടോല റൈഡ് അന്ന് ഇതാണല്ലോ ഉണ്ടായിരുന്നില്ല. അത് കാരണം ആയിരിക്കും തോന്നുന്നു. ഞങ്ങൾ അതിലൊന്നും പോയില്ല. ഹെലികോപ്റ്റർ ഇങ്ങനെ മുകളിൽ കൂടെ ആളുകളെ ടൂറിസ്റ്റുകളെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണിപ്പിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. എന്തോരം ആളുകളായിരുന്നു അവിടെ. ഐസ് സ്കേറ്റിങ്ങും ഐസ് സ്കീയിങ്ങും അതുപോലെ ഈ ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു. നമ്മൾ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു നാച്ചുറൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലം കാണുന്നതും അതിൽ കളിക്കണതും. അപ്പോൾ ഫസ്റ്റ് ഒരു ഇതിൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്റ്റോ ഇവിടെ സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവൻ പറയണ വടിയില്ല എന്നാണ് പറയണത്. സ്നോമാൻ്റെ കൈ ഉണ്ടാക്കാനുള്ള വടിയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഹാഫ് വേയിൽ ഞങ്ങളവിടെ നിർത്തി പോന്നു. അങ്ങനെ ഇവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല റീൽസൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒത്തിരി ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഗുൽമർഗിൽ പോയിട്ട് നമ്മൾ നിന്നുള്ളൂ. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങി. 2-2:30 കൂടി നമുക്ക് നാച്ചുറലി മഞ്ഞൊക്കെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വീഴാനും അത് ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ മഞ്ഞിൽ കളിച്ചു. മോൻ ഐസ് സ്കീയിങ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഈ സ്ലെഡ്ജ് വലിക്കുന്നവർ തന്നെ തിരിച്ച് നമ്മൾ വണ്ടി ഇറങ്ങി അവിടെ തന്നെ അത് കൊണ്ടുവന്നാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ 1-2 കുഞ്ഞു കുഞ്ഞു കോഫി ഷോപ്സ് ഉണ്ട്. അവിടെ കയറി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നമ്മളെ ഇവിടെ കൊണ്ടാക്കി വണ്ടിക്കാരെ വിളിച്ച് അവർ നമ്മളെ ടങ്മർഗിൽ കൊണ്ടാക്കി.
ടങ്മർഗിൽ നമ്മുടെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ശ്രീനഗറിൽ ഒരു 6 മണിയോട് കൂടി തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ ഹോട്ടലിൽ പോയി നമ്മൾ ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ച് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.